കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇരുമ്പ് ഷീറ്റിന്റെ ഭാഗം അടർന്നു വീണു. കഴിഞ്ഞ മെയ് മാസത്തിലുണ്ടായ വലിയ തീപിടുത്തത്തിൽ കത്തിനശിച്ച ഷീറ്റിന്റെ ഭാഗമാണ് താഴേക്ക് വീണത്. രാഹുൽ KV ഉണ്ട്. രാഹുൽ, എപ്പോഴായിരുന്നു അപകടം? മറ്റു വിവരങ്ങൾ എന്താണ്? പ്രതീക്ഷ, അല്പസമയം മുൻപാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഒരു ഇരുമ്പ് ഷീറ്റ്, നല്ല ഭാരമുള്ള ഒരു ഇരുമ്പ് ഷീറ്റിൻ്റെ ഭാഗമാണ്. എപ്പോഴും നല്ല തിരക്ക്, ബസ് കയറാനും ഇറങ്ങാനും അതുപോലെ തന്നെ നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അവിടേക്കൊക്കെ വരുന്ന ആളുകളുടെ വലിയ തിരക്കുണ്ടാകുന്ന സ്ഥലമാണ്. ഈ ഷീറ്റ് വീഴുന്ന സമയത്ത് ഇതിനടിയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയാം. കാരണം ഒരാളുടെ ശരീരത്തിലേക്കാണ് വീഴുന്നതെങ്കിൽ നല്ല പരിക്കേൽക്കാൻ മാത്രമുള്ള ഭാരവും അതുപോലെ വലിപ്പവുമുള്ള ഷീറ്റാണ്. അഗ്രഭാഗങ്ങൾ ഈ നല്ല മൂർച്ചയേറിയത് കൂടിയാണ്. മെയ് മാസത്തിലുണ്ടായിരുന്ന ശക്തമായ വലിയ വൻ തീപിടുത്തത്തിൽ കത്തി നശിച്ച കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളാണ് ഇങ്ങനെ അടർന്നു വീഴുന്നത്. കഴിഞ്ഞ ദിവസവും സമാന രീതിയിലൊരു ഷീറ്റിൻ്റെ ഭാഗം വീണിരുന്നു എന്ന് വ്യാപാരികൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീണ സമയത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ ഉണ്ടായിരുന്നു, ഭയങ്കര കാറ്റടിച്ച് 5:45 സമയം ഉണ്ടാവും. ആ ടൈമിൽ ഫുള്ളായിട്ട് ഇവിടെ ആളൊന്ന് വീണു. അവിടെ കുറച്ച് പെണ്ണുകൾ അവിടെ നിൽക്കേണ്ടി ഒരു 5 മിനിറ്റ് ഒന്നുകൂടി പോയിട്ടുള്ളൂ. ആ സമയത്ത് സംഭവിച്ചിട്ടില്ല. മുകളിൽ ഇങ്ങനെ വീഴാൻ സാധ്യതയുള്ള ഒരുപാട് സാധനങ്ങൾ കാണുന്നു. ഇനിയുണ്ട് ഒരുപാട്. ആ ഭാഗത്തുണ്ട്, ഇളകുന്നുണ്ട്, ഒച്ച കേൾക്കുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് എന്താ അറിയില്ല, വേണ്ടിയില്ല. ഇത് വല്ല ശക്തിയായിട്ട് വേണപ്പോൾ ഇവിടെ വന്നു വീണപ്പോൾ ഞാൻ കണ്ടത്. അപ്പോൾ അവിടെ കുറച്ച് ആളുണ്ടായിരുന്നു, അവർ കൊണ്ട് പോയി പാസ് ചെയ്ത് പോയി. അതുകൊണ്ട് കഴിച്ചിട്ടായതാണ് 5 മിനിറ്റ് നേരത്തെ കൊണ്ട്. ഇനിയും വീഴാണ്ട് അവിടെ ഒരുപാട് സാധനങ്ങൾ. ഇത് തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഈ ബാക്കി അവശിഷ്ടങ്ങളൊന്നും നീക്കിയിരുന്നില്ല. കുറേ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ്, അതിന് പിടുത്തമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു വന്നത്. അത് ചിലപ്പോൾ റോഡിൻ്റെ അപ്പുറം എത്തിയെന്ന് വരും. അതിൻ്റെ കോണൊക്കെ തറക്ക് പറ്റുകയാണെങ്കിൽ അത് മതി. അത് ഇനിയും ചെയ്തില്ലെങ്കിൽ ഇനിയും വീഴും. ഇതിപ്പോൾ ആരാ നീക്കേണ്ടത്? കോർപ്പറേഷൻ തന്നെയാണോ? കോർപ്പറേഷൻ ആണോ അതിൻ്റെ ഓണറാണോ എന്നറിയില്ല. അത് നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. ഏതായാലും ഇതുപോലെ വീഴാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഒരുപാട് മുകളിൽ നമ്മൾക്ക് ഇവിടുന്ന് കണ്ണുകൊണ്ട് നോക്കുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇരുമ്പ് ഷീറ്റിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ അന്ന് കത്തി നശിച്ച് തകർത്ത അകത്ത് കയറിയാണ് തീ കെടുത്തിയിരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ വീഴാൻ സാധ്യതയായി നിൽക്കുന്നുണ്ട്. ശക്തമായ കാറ്റ് വീശിയ സമയത്താണ് ഈ ഭാഗം ഏതായാലും അടർന്നു വീണിട്ടുള്ളത്. ഇനിയൊരു അപകടം ഉണ്ടാകാതെ അവയെല്ലാം നീക്കുന്നതിനുള്ള നടപടി വേണമെന്നാണ് വ്യാപാരികളാണെങ്കിലും ഇതുവഴി നടന്നു പോകുന്ന ആളുകളൊക്കെ ആണെങ്കിലും ആവശ്യപ്പെടുന്നത്.